LDF സർക്കാർ നൽകുന്ന വാഗ്ദാനം പാലിക്കപ്പെടുമെന്നതിന് ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് വയനാട് തുരങ്കപാതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസന പാതയിൽ പുതുചരിത്രം സൃഷ്ടിച്ച തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കിഫ്ബി സഹായത്തോടെ 2134 കോടി രൂപ ചെലവഴിച്ചാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ലതീഷ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ലതീഷ, അതായത് സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര പദ്ധതികളാണല്ലേ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തുറന്ന് നൽകുന്നത്. നമുക്കറിയാം തുരങ്കപാത നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ദിവസമായിരുന്നു. ഇത് ഉദ്ഘാടനം എന്നതിൽ നിന്ന് മാറി അത് മലയോര ജനതയുടെ ഒരു ആഘോഷമായി അല്ലെങ്കിൽ ഉത്സവമായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ആ മണിക്കൂറുകളിൽ കണ്ടുകൊണ്ടിരുന്നത്. അത്രമാത്രം സർക്കാരിനെയൊക്കെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു ഓരോ ആളുകളും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ലതീഷ്, എങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ ഒരു ആഘോഷ പരിപാടികൾ? കാരണം നമ്മുടെ പ്രേക്ഷകരൊക്കെ അത് അറിയാം, ഓൾറെഡി എല്ലാവരും ആ ഒരു വാർത്തയൊക്കെ കണ്ടതാണ്, ആ ഒരു നിറവിലിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അതിനുശേഷം ഇന്നിപ്പോൾ നേരം പുലരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ മറ്റ് വിശേഷങ്ങളൊക്കെ? ഭദ്ര, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 24 മുതൽ മലയോര ജനത, പ്രത്യേകിച്ച് തിരുവമ്പാടി മണ്ഡലത്തിൽ വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധ പരിപാടികൾ എന്നുള്ള നിലയിൽ നടന്നത്. വിവിധങ്ങളായ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരുന്നു. മലയോര ജനത ഒന്നാകെ തിരുവമ്പാടി ആനക്കാംപൊയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് കണ്ടത്. ഉച്ച കഴിഞ്ഞ് വയനാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾ ഈ തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായി ആനക്കാംപൊയിൽ സെൻറ് മേരീസ് UP സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തി. കനത്ത മഴയുണ്ടായിരുന്നു. ആ കനത്ത മഴയൊന്നും വകവെക്കാതെയാണ് ഈ മലയോര പാതയുടെ അല്ലെങ്കിൽ ഈ തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടത്തുന്നതിനായി ആളുകൾ ഒഴുകിയെത്തിയത്. വലിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിയാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. കേരളത്തിൻ്റെ സുസ്ഥിര വികസനത്തിൻ്റെ മാതൃകയായി ഈ പദ്ധതി മാറും എന്ന് അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലേക്കുള്ള യാത്ര സ്വാഭാവികമായും കോഴിക്കോട് ജില്ലയിൽ നിന്നെല്ലാം താമരശ്ശേരി ചുരം വഴിയാണ് യാത്ര നടത്തേണ്ടത്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനൊപ്പം വ്യവസായ വാണിജ്യ മേഖലയിൽ വലിയ കുതിപ്പാകുന്ന പദ്ധതിയാകും ഈ തുരങ്കപാതയെന്നും അദ്ദേഹം പറഞ്ഞു. 2134.5 കോടി രൂപയാണ് കിഫ്ബി ധനസഹായത്തോടെ ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പദ്ധതി ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷത്തിലാണ് ഈ പദ്ധതിയുടെ പ്രഖ്യാപനം മുഖ്യമന്ത്രി ഓൺലൈനായി നടത്തുന്നത്. കോവിഡ് കാലമായതിനാലാണ് അത്തരത്തിൽ ഒരു ഓൺലൈൻ പരിപാടിയായി തിരുവമ്പാടിയിൽ ഈ ചടങ്ങ് നടത്തുന്നത്. പിന്നീട് ഇതിന് പലതരത്തിലുള്ള തടസ്സങ്ങളും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം പാരിസ്ഥിതിക അനുമതി ഒക്കെ വലിയ വിഷയമായിരുന്നു. എന്നാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടുകൂടി പദ്ധതി യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായില്ല. ചില പരിസ്ഥിതിവാദികളെല്ലാം ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിലും ജനങ്ങൾ, ഈ മലയോര ജനത ഒന്നടങ്കം ഈ പദ്ധതിക്കായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. 33 ഹെക്ടർ ഭൂമി, വനഭൂമി അടക്കം ഏറ്റെടുക്കേണ്ട നിലയുണ്ടായി. ജനങ്ങൾ ഈ ഭൂമി വിട്ടു നൽകുന്നതിനും അതിന് തക്കതായ നഷ്ടപരിഹാരം നൽകുന്നതിനും സർക്കാർ തയ്യാറായി. വയനാട്ടിലെയും അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കി. ഒരു വർഷത്തിനകം തന്നെ ഈ വനഭൂമിയും അതേപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിനായി. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. അവരുടെ പഠനം നടത്തി തുരങ്കപാത യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും അവർ മുന്നോട്ട് കൊണ്ടുപോയി. 2 സ്വകാര്യ കമ്പനികളാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. തുരങ്കം ഈ 2 ടണലാണ്, 10 മീറ്റർ വീതിയിലുള്ള 2 ടണലുകളാണ് ഈ പാതയിൽ ഉണ്ടാവുക. 8 കിലോമീറ്ററിലധികം വരുന്ന ഈ തുരങ്കം കോഴിക്കോട് വയനാട് ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന തുരങ്കം കൂടിയാണ്. ഇത് ഒരു കമ്പനിയും അതേപോലെ തന്നെ റോഡ്, അതേപോലെ തന്നെ പാലങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റൊരു സ്വകാര്യ കമ്പനിയുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 4 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ഓരോ 6 മാസവും പദ്ധതി നിർവഹണം അവലോകനം ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതിയുടെ പ്രഖ്യാപനം നടന്നത്. അതിന് കൃത്യമായ അവലോകനം
അവലോകനം ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി, ഉദ്യോഗസ്ഥലത്തിൽ നടക്കുകയുണ്ടായി. കിഫ്ബി, അതേപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ്, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഇവരുടെ ത്രികക്ഷി കരാറിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വപ്ന പദ്ധതി. കാരണം 2134 കോടി രൂപ എന്ന് പറയുന്നത് ഒറ്റ പദ്ധതിക്കായി ചെലവഴിക്കുന്നു എന്ന വലിയൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. നേരത്തെ ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയപാത, അതേപോലെ തന്നെ ഇടമൺ കൊച്ചി പവർ ഹൈവേ, അതേപോലെ തന്നെ നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, വിഴിഞ്ഞം പോർട്ട്, ഇത്തരത്തിൽ ബൃഹത് പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷത്തിനിടെ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. 50 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിയാതിരുന്ന പല പദ്ധതികളും ഈ ഒരു കാലയളവിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അതിന് കിഫ്ബി വലിയ തോതിൽ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. പലരും കിഫ്ബിയെ തകർക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, എനിക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. ശരി, അപ്പോൾ അങ്ങനെയാണ് ഈ വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലതീഷ് നൽകിയത്. ലതീഷ് ഓക്കെ ആണോ? ലതീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് ആ പ്രതികരണങ്ങളൊക്കെ, ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ കേൾക്കുന്നതിനിടയ്ക്ക് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒത്തിരി ദൂരം സഞ്ചരിച്ച് വേണമായിരുന്നു അവർക്കൊന്ന് ടൗണിലേക്ക് എത്താനും മറ്റുമൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു തുരങ്കപാത വരുന്നതോടുകൂടി അവിടുത്തെ കർഷകർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ ഏറ്റവും ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ഒരു പരിധി വരെ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ഈ വികസനം വരുന്നതോടുകൂടി വന്യമൃഗ ആക്രമണമൊക്കെ കുറയ്ക്കാൻ സാധിക്കും എന്നൊരു കാര്യം കൂടി അവർ പങ്കുവയ്ക്കുകയാണ്. ലതീഷ്, ഭദ്ര, വയനാട്ടിലേക്ക് കേരളത്തിൻ്റെ കണ്ണൂരിൽ നിന്നാണെങ്കിലും അതേപോലെ തന്നെ കോഴിക്കോട് നിന്നാണെങ്കിലും മലപ്പുറത്ത് നിന്നാണെങ്കിലും ഒക്കെ സമീപ ജില്ലകൾ എന്നുള്ള നിലയിൽ ഈ ചുരം കയറാതെയുള്ള ഒരു യാത്ര സാധ്യമല്ല. നാടുകാണി ചുരം വഴി മലപ്പുറത്ത് നിന്ന് പോകാം, കുറ്റ്യാടി ചുരം വഴി കോഴിക്കോട് നിന്ന് പോകാം, അതേപോലെ തന്നെ താമരശ്ശേരി ചുരം വഴിയാണ് പ്രധാനമായ ഒരു പാത എന്ന് പറയുന്നത്. ഒപ്പം കണ്ണൂരിൽ നിന്നും പാൽച്ചുരം വഴി വയനാട്ടിലെത്താൻ കഴിയും. ചുരം കയറാതെ ഒരു യാത്ര എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി. അതെ അതെ, തീർച്ചയായും വയനാടൻ ജനതയുടെയൊക്കെ പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രതീക്ഷകൾ തന്നെയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ആനക്കാംപൊയിൽ കണ്ണാടി തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ ദുരിതങ്ങളൊക്കെ മാറുന്നു എന്നുള്ളത് മാത്രമല്ല, ഒപ്പം തന്നെ വയനാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് കൂടി ചിറക് വിടരുന്നു എന്നുള്ളതാണ്.